സമ്മേളനത്തിൻ്റെ ബഹുമാന്യായ അധ്യക്ഷൻ ശ്രീമാൻ PD റഹീം MLA, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുൻ മന്ത്രി അഹമ്മദ് അവർകോവിൽ MLA, വഹാബ് സാർ ഉൾപ്പെടെ വേദിയിലുള്ള മെഹബൂബ് അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ആസന്നമായ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വമ്പിച്ച പൊതുസമ്മേളനങ്ങളാണ് നടന്നു വരുന്നത്. 2024 ലോകത്ത് ഏതാണ്ട് 64ഓളം വരുന്ന ലോകരാജ്യങ്ങളിലായി ഏതാണ്ട് 400 കോടിയിലേറെ വരുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുന്നൊരു വർഷമാണ് 2024. നമ്മുടെ രാജ്യമായ ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ലോകരാജ്യങ്ങളിൽ ഈ 2024 തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ലോകത്തിൻ്റെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയോളം വരുന്ന ആളുകളും വോട്ട് ചെയ്യപ്പെടുന്ന ഒരു വർഷം എന്നുള്ള നിലയിൽ 2024 ലോക രാഷ്ട്രീയ രംഗത്തും ഏറെ ശ്രദ്ധേയമായ ഒരു വർഷമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ നടക്കാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മതേതര ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ജനവിധിയായിരിക്കുമെന്ന് എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തൊട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരെല്ലാം തന്നെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പറയാറുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ്, രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് എന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റേതായ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്, ഒന്നും നിസ്സാരമായി കാണേണ്ടതില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ളത് ഇക്കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ലോക ജനാധിപത്യ രാഷ്ട്രങ്ങൾ വിലയിരുത്തിയ അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാകുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ലോക ജനാധിപത്യ രാജ്യങ്ങളുടെ ഏറ്റവും അധികം ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരമുള്ള ഉൾക്കൊള്ളുന്ന ജനാധിപത്യ വേദികളിൽ, അതിൻ്റെ ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രമേയങ്ങളിൽ, അതിന് ജനറൽ സെക്രട്ടറി തന്നെ എഴുതി അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ 3 മാസം മുമ്പാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഏറ്റവും നിർണായകമായ ഒരു വിലയിരുത്തൽ നടത്തിയത്. ലോകരാഷ്ട്രങ്ങളുടെ ജനാധിപത്യ വേദിയിൽ ഇന്ത്യയെക്കുറിച്ച് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട ഏറ്റവും ഭീതിജനകമായ, ഏറ്റവും ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നു പോകുന്നു. ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ മതേതര ജനാധിപത്യ ഇന്ത്യ എന്നുള്ളത് ഒരു സ്വപ്നമായി മാറുമെന്ന് ഐക്യരാഷ്ട്രസഭ പോലും വിലയിരുത്തുന്ന ഒരു സാഹചര്യം. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുടെ ഏറ്റവും ഉത്തമനായ സുഹൃത്താണ് അമേരിക്ക എന്ന് നമുക്കറിയാം. ആ അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അവതരിപ്പിച്ച ഒരു പ്രമേയത്തിൽ, അമേരിക്കൻ സെനറ്റിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്രമേയത്തിൽ പറഞ്ഞത്, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും ഇന്നുവരെ നേരിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ഭീഷണിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യ ഒരു പുനഃപരിശോധന നടത്തണം ഗവൺമെൻറ് എന്നാവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ സൂചിപ്പിച്ചത്, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ പോലും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളായല്ല ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ലോക ജനാധിപത്യ രാജ്യങ്ങളെല്ലാം തന്നെ, മതാധിഷ്ഠിത രാജ്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല, അവരൊക്കെ തന്നെ അത്തരം വിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളെക്കുറിച്ച്, വംശഹത്യകളെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വാർത്താമാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പായി ഇതിനെ പരിമിതപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചോ ദേശീയ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചോ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിലയിരുത്താനോ അതിനെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾ സംഘടിപ്പിക്കാനോ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ വാർത്താമാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ദേശീയ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് എന്ന് നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റിനെതിരെ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അത് വാർത്താമാധ്യമങ്ങളാകട്ടെ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാകട്ടെ, സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരാകട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ ഒരക്ഷരം സംസാരിച്ചാൽ 24 മണിക്കൂറിനകം ജയിലിലടക്കപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്നത്. എത്രയോ തവണ ആവർത്തിച്ച വിഷയമായതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ രാജ്യത്തുള്ള ജനാധിപത്യ അവകാശമെന്ന്
ഇന്ന് ഭരണഘടന നോക്കി പരിശോധിച്ച് കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് ഏറെ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ. ഈ രാജ്യത്ത് നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നത് ഈ രാജ്യഘടനത്തിൻ്റെ ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വത്തിലാണ്. ആ ഭരണഘടനയാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ നിരവധിയായ വർഷങ്ങളിലായി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ വിലപ്പെട്ട ജീവൻ ബലി നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നെത്തി. എത്രയോ ഉദാഹരണങ്ങളുണ്ട്, എല്ലാം വിശദീകരിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട ആളുകൾ യഥാസമയം അത് ചെയ്യുന്നുണ്ടോ? അപ്പം നരേന്ദ്രമോദിക്കെതിരെ എന്താണ് സംസാരിക്കാത്തത് എന്ന് കോൺഗ്രസ്സുകാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ച ആളുകളൊക്കെ ജയിലിലടച്ചല്ലേ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജയിലിലടക്കാത്തത് എന്ന ഏറ്റവും വിചിത്രമായ ചോദ്യമാണ് 2 ദിവസമായി കേരളത്തിൽ നടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? നരേന്ദ്രമോദിക്കെതിരെ ഇത്രമാത്രം വിമർശനം ഉന്നയിച്ച, രാഷ്ട്രീയമായാണെങ്കിലും നിയമപരമായാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഭരണഘടനാ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്നത് ഇന്ത്യ രാജ്യത്തെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അല്ലാതെ മറ്റാരാണുള്ളത്? ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 8-ാം തീയതി ഇന്ത്യൻ പാർലമെന്റ് മുമ്പിൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഒന്നടങ്കം നേരിട്ട് പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ സമരം നടത്തിയല്ലോ. കേന്ദ്ര ഗവൺമെന്റിനെതിരെ, സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭ സമരം ഡൽഹിയിൽ സംഘടിപ്പിച്ചപ്പോൾ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി? അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള MP അല്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരില്ലേ? ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുകൾ മറ്റെല്ലാ പാർട്ടികളും പങ്കെടുത്തപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് അങ്ങനെ പങ്കെടുപ്പിക്കാനുള്ള സാമാന്യ ജനാധിപത്യ മര്യാദ കാണിച്ചു? നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ഇന്ത്യയിൽ എത്ര ഗവൺമെന്റുകളുണ്ട്? ഈ രാജ്യത്ത് നിയമവിരുദ്ധമായി മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി കൊണ്ടുവരുമ്പോൾ ഏത് ഗവൺമെന്റാണ്, ഏത് മുന്നണിയാണ് അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്? കോൺഗ്രസ്സുകാർ ഈ ആടിനെ പട്ടിയാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഇന്ത്യ രാജ്യം അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളും ഈ രാജ്യത്തെ ഗവൺമെന്റിനെയും നേരിട്ട് നിയന്ത്രിച്ചിരുന്ന, രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആവശ്യമായ ഭൂരിപക്ഷത്തോടുകൂടി എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യ അടക്കി ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടിയെ പോലും അല്ലാതായി മാറി? ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാർ നയിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിപക്ഷ പാർട്ടി പോലും ആകേണ്ടതില്ല കോൺഗ്രസ് എന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമാന്യ വിവേകമുള്ള ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് ഇന്ത്യ മുന്നണി എന്ന വിശാല മുന്നണി രൂപീകരിക്കാൻ അതിനാവശ്യമായ രീതിയിലുള്ള എല്ലാ രാഷ്ട്രീയമായ പിന്തുണയും നൽകിക്കൊണ്ട് ഈ മുന്നണിക്ക് അടിത്തറമാകുന്നതിന് വേണ്ടി രാഷ്ട്രീയ ലാഭനഷ്ട കണക്കുകൾ നോക്കാതെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സഹായിക്കാൻ തീരുമാനിച്ച് ആ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന, അതിന് ശക്തമായ പിന്തുണ നൽകുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ ജയിലിലടക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കും. നിങ്ങൾ പരിശോധിക്കണം. നിരവധിയായ കാര്യങ്ങളുണ്ട്, ഞാനെല്ലാം പറഞ്ഞു പോകുന്നില്ല. എങ്ങനെയാണ് 98 മുതൽ 2004 വരെ രാജ്യം ഭരിച്ച ആദ്യ BJP ഗവൺമെന്റ്? BJPയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയല്ല നരേന്ദ്രമോദി, ആദ്യ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. 98 മുതൽ 2004 വരെ രാജ്യം ഭരിച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റിനെ 2004 അധികാരത്തിൽ നിന്ന് ആരാണ് പുറത്താക്കിയത്? കോൺഗ്രസിന്റെ കരുത്തുകൊണ്ടാണോ? കോൺഗ്രസ്സുകാർ ചരിത്രം മറന്നു പോകരുത്. 2004 തെരഞ്ഞെടുപ്പിൽ 145 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട് പിന്മാറിയ സന്ദർഭത്തിൽ സ്വന്തം നേതാവായ സോണിയാഗാന്ധിയെ, AICCയുടെ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് കോൺഗ്രസിനകത്ത് തന്നെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യമായി ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് കത്തുകൊടുത്തത് അന്നത്തെ CPIMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ആർ.കെ. സുർജിത്തും CPIയുടെ ജനറൽ സെക്രട്ടറി സഖാവ് A.B. ബർദാനുമാണ്. ആ 2 നേതാക്കന്മാരാണ് കോൺഗ്രസ്സുകാർ മടിച്ചു നിന്നപ്പോൾ സോണിയാഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രിയാക്കാൻ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ത് പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ്? ആ 2004 അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെന്റ് ചരിത്രം എന്താണ്? ഒന്നാം UPA ഗവൺമെന്റും രണ്ടാം UPA ഗവൺമെന്റും ഈ രാജ്യത്ത് പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ ദുർഭരണം നടത്താൻ മതന്യൂനപക്ഷങ്ങളെയും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെയും അടിച്ചമർത്തി ഇന്ത്യ കണ്ട ഫാസിസ്റ്റ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് സൗകര്യമൊരുക്കി കൊടുത്തത് ആരാണ്? കോൺഗ്രസിന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? 2014 മുതൽ
2004 മുതൽ ഈ രാജ്യം ഭരിച്ച 10 വർഷക്കാലത്തെ UPA ഗവൺമെന്റ് 2004 മുതൽ 2009 വരെ ഏതാണ്ട് 6 മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു ഒന്നാം UPA ഗവൺമെന്റ് ഭരിച്ചതെങ്കിൽ ഞങ്ങളുടെ പിന്തുണയില്ലാതെ ഭരിച്ച രണ്ടാം UPA ഗവൺമെന്റാണ് ഇന്ന് കാണുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ എത്തിച്ചത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മറന്നുപോയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും, ഈ കേരളം ഒഴിച്ച് ഒരു സംസ്ഥാനത്തും ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാത്തത്? ഈ കേരളത്തിലെ മുസ്ലിം ലീഗ് ഒഴിച്ച് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നുണ്ടോ? ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തിദുർഗങ്ങളായിരുന്ന അത്തരം ന്യൂനപക്ഷ കേന്ദ്രങ്ങളൊക്കെ BJP ജയിപ്പിച്ചാലും കോൺഗ്രസ്സുകാരനെ ജയിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാദോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരുന്ന ഇഹ്സാൻ ജിഫ്രി എന്ന് പറയുന്ന ഒരു നേതാവിന് ഓർമ്മയുണ്ടോ? ഇഹ്സാൻ ജിഫ്രിയെ 2001 ഗുജറാത്ത് കലാപകാലത്ത് RSSകാർ വീട്ടിൽ കയറി പട്ടിയെപ്പോലെ തല്ലിക്കൊന്നതാണ് ഇഹ്സാൻ ജിഫ്രിയെ. ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ അദ്ദേഹം ഫോൺ ചെയ്തപ്പോൾ ഈ കലാപകാരികൾ വീടിന് മുമ്പിൽ നിന്ന് ആക്രമണത്തിന് കോപ്പ് കൂട്ടുമ്പോൾ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ ഫോൺ ചെയ്തപ്പോൾ ആ ഫോൺ കോളൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ജനാധിപത്യ മര്യാദ പോലും കാണിക്കാത്ത മുഖ്യമന്ത്രിയായിരുന്നു അന്ന് നരേന്ദ്രമോദി. എന്നാൽ അതിനേക്കാൾ മോശമായി പെരുമാറിയ ആളുകളല്ലേ കോൺഗ്രസ്സുകാർ? ഇഹ്സാൻ ജിഫ്രിയുടെ വിധവയായ സാക്കിയ ജിഫ്രി ഇന്ന് സുപ്രീം കോടതിയിൽ കേസുമായി പോവുകയാണ്. തന്റെ സ്വന്തം ഭർത്താവിനെ കൊന്ന ആ കാബാലികരായ ആളുകൾക്ക് നിയമപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീതിപീഠങ്ങൾ തോറും കയറിയിറങ്ങുന്ന സാക്കിയ ജിഫ്രിയെ സഹായിക്കാൻ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഉണ്ടോ? ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ആളുകൾ, ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസ് ആണ് സംരക്ഷണം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ആളുകൾ സ്വന്തം പാർട്ടിയുടെ MP-യെ വെടിവെച്ചു കൊന്ന, തല്ലിക്കൊന്ന ആ കാബാലികരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റയ്ക്ക് നിയമപോരാട്ടം നടത്തുന്ന ആ പാവപ്പെട്ട സാധുവായ ആ സഹോദരിയെ സഹായിക്കാൻ ആരാണ് ഈ രാജ്യത്തുള്ളത്? അവരെ സഹായിച്ചതിന്റെ പേരിലാണ് ടീസ്റ്റാ സെറ്റിൽവാദം എന്ന് പറയുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പ്രവർത്തകയെ ജയിലിലടക്കാൻ ഈ BJP ഗവൺമെന്റ് തീരുമാനിച്ചത്. ടീസ്റ്റാ സെറ്റിൽവാദം ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം പോലും, സൗജന്യം പോലും ചെയ്തു കൊടുക്കാൻ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇല്ലല്ലോ. സ്വന്തം പാർട്ടിയുടെ നേതാവിനെ, കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകളാണോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ സംരക്ഷിക്കുമെന്ന് പറയുന്നത്? എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ഈ കരിനിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് കാണുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. അതിന് BJPയേക്കാൾ കൂടുതൽ കുറ്റം പറയേണ്ടത്, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് രൂപം കൊണ്ടത്? കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ടല്ല. കോൺഗ്രസിനെ വെളിപ്പാടകളെ മാറ്റി നിർത്തിയിരുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ തന്നെ കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ടല്ലാതെ BJP പറയുന്നത് പോലെയുള്ള കോൺഗ്രസ് മുക്ത ഭാരതം അത് ഇന്ന് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാവുകയില്ല. എങ്കിലും അവശേഷിക്കുന്ന മതേതര പാർട്ടികളുടെ കൂട്ടത്തിൽ മുഖ്യ പാർട്ടിയായ കോൺഗ്രസിനെ തന്നെ ഈ മുന്നണിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ഏറെ മുൻകൈയെടുത്തത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളാണ്. ആ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ പിന്തുണയാണ് നൽകിയത്. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോഴും ഒരു ഔദാര്യവും പറ്റാതെ നിങ്ങളുടെ ഗവൺമെന്റ് പിന്തുണ നൽകിയ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയെ, 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിനെ ഭരണാധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ അന്ന് ഇടതുപക്ഷങ്ങൾ നേതൃത്വപരമായ പങ്കുവഹിച്ചെങ്കിൽ വീണ്ടും അതേ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയിൽ കടന്നു വരാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയമായ യാഥാർത്ഥ്യബോധത്തോടുകൂടി ചിന്തിക്കാത്ത, സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അവനവൻ എങ്ങനെങ്കിലും പാർലമെന്റിൽ എത്തണമെന്ന് മാത്രം ചിന്തിക്കുന്ന, ഞങ്ങൾക്ക് ഭരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മാത്രം സ്വപ്നം കാണുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിവേകം നഷ്ടപ്പെട്ട ഈ നേതൃത്വമാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവിന് എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിലടക്കുന്നില്ല എന്ന് നരേന്ദ്രമോദിയോട് ചോദിക്കാനുള്ള ഏതെങ്കിലും ഒരു നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ പ്രവർത്തകൻ പോലും ഉന്നയിക്കാത്ത ഇത്രമാത്രം നിലവാരമില്ലാത്തൊരു ആരോപണം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ആവശ്യം ഉന്നയിക്കാൻ എങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ 2 ആഴ്ച മുമ്പല്ലേ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത EDയുടെ നടപടിക്കെതിരെ, നരേന്ദ്രമോദി ഗവൺമെന്റ് നടപടിക്കെതിരെ രാഹുൽ ഗാന്ധിയും കൈപൊക്കി പിടിച്ചത് സീതാറാം യെച്ചൂരിയും D രാജയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടൊപ്പം നിന്നുകൊണ്ടല്ലേ? അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് രാഹുൽ ഗാന്ധി മറുപടി പറയണം. ആ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണോ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങളോട് പറയണം. ഈ രീതിയിൽ രാഷ്ട്രീയമായ പക്വതയില്ലാത്ത നേതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശത്തിലേക്ക് നയിക്കുമ്പോൾ വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലാതെ നമുക്കതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ആ മത്സരം അനൗചിത്യമാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് ഇടതുപക്ഷങ്ങൾ പറഞ്ഞത്? നമുക്ക് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോ? ഈ രാജ്യത്തെ
പാർട്ടികൾ തമ്മിൽ രാഷ്ട്രീയമായി മത്സരിക്കുന്നതും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വാതന്ത്ര്യമാണ്. നമ്മൾ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ അഭിപ്രായം പറയാറില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവ് ഈ കേരളത്തിൽ നിന്നും മത്സരിച്ചാൽ അത് കൊടുക്കുന്ന സന്ദേശം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെറ്റായിരിക്കും. അത് തെറ്റായിരിക്കുമെന്ന് ഇടതുപക്ഷം പറഞ്ഞത് ശരിയാണ് എന്ന് രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനത്തിൽ വയനാട് തെളിയിച്ചില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പതാകയായിരുന്നു മാറ്റിവെച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയുടെ പതാക പോലും അതുപോലും ഉപയോഗിക്കാൻ അവസരമില്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ സുപ്രധാനമായ ഈ രാജ്യത്തിന്റെ ചരിത്രത്തോളം പാരമ്പര്യമുള്ള അത്രമാത്രം മഹിതമായ മതേതര ജനാധിപത്യ പാരമ്പര്യങ്ങളിൽ അടിയുറച്ചു നിന്നിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രമാത്രം അധപ്പതിച്ചു പോയെങ്കിൽ അതിന് മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കോൺഗ്രസ് ജനങ്ങളോട് മറുപടി പറയണ്ടേ? ഈ കേരളത്തിൽ വന്ന് ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കാനാണോ നിങ്ങളുടെ ആവശ്യം? സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട അർക്കേഷൻ സുർജിത്തിന്റെയും AB ബർദാന്റെയും നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തലാണോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും അടിയന്തരമായ കടമ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടണം. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇളവരക്കരയും ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. തീർച്ചയായും ഈ കോഴിക്കോടിന് ഒരു MP, കോഴിക്കോടിലെ ജനങ്ങളുടെ വികാരം അറിയാവുന്ന ഒരു MP ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്. മറ്റു നേതാക്കന്മാരെല്ലാം അതിന് വിശദാംശങ്ങൾ സംസാരിക്കും. ഞാൻ ഈ വാർത്താ മാധ്യമങ്ങൾ പറയുന്നതിനെ കുറിച്ചുകൂടി ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആദ്യഘട്ടം തൊട്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനുകൊണ്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ 7.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ യാതൊരു മടിയുമില്ല. ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് 2016 മുതൽ 2021 വരെ 5 വർഷക്കാലം അധികാരം പൂർത്തിയാക്കി. വീണ്ടും ജനവിധി നേടി 91 സീറ്റുണ്ടായിരുന്നത് 99 ആക്കി. കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ച ജനാധിപത്യ വിജയമാണ് ഈ ഗവൺമെന്റ്. അതിനെ പരിശോധിക്കാൻ യാതൊരു മടിയും ഈ ഗവൺമെന്റിനില്ല, ഇടതുപക്ഷ മുന്നണിക്കില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയുള്ളതാണോ? അത്തരം നിരവധി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 3 മാസം മുമ്പാണ് 23 ത്രിതല പഞ്ചായത്ത് വാർഡുകളിലേക്ക് ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 5 സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് 10 സീറ്റായി വർദ്ധിച്ചു. അങ്ങനെ നിരവധി തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് സംസ്ഥാനത്തെ ഗവൺമെന്റ് പരിശോധിക്കാം, ഈ തെരഞ്ഞെടുപ്പിലും പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ ഫാസിസ്റ്റ് ഏകാധിപത്യ ഗവൺമെന്റിന്റെ ഭരണ നടപടികൾ പരിശോധിക്കപ്പെടേണ്ടേ? അതെപ്പോഴാണ് പരിശോധിക്കുന്നത്? അത് പരിശോധിക്കാൻ എന്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് UDF തയ്യാറാകുന്നില്ല? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് രാഷ്ട്രീയമായ ചോദ്യമാണ്. രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നല്ല പിണറായി വിജയൻ ചോദിച്ചത്. രാഹുൽ ഗാന്ധി നിരവധിയായ കേസുകളിലുണ്ട്, നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ നയവും നിലപാടും അതല്ലാത്തത് കൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്നല്ല. രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ആദ്യം തൊട്ട് ഇതുവരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നിവിടെയും ചോദിക്കാൻ പോകുന്നത്, ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ കോൺഗ്രസിന്റെ നിലപാട്? നിങ്ങൾ എവിടെയാണ് നിലപാട് പ്രഖ്യാപിച്ചത്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ ആ നിലപാടുണ്ടോ? അത്തരം രാഷ്ട്രീയമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. NIA നിയമം ഭേദഗതി ചെയ്തപ്പോൾ എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് എടുത്ത നിലപാട്? അത്തരം നിരവധി ഏക സിവിൽ കോഡ് വന്നപ്പോൾ നിരവധിയായ കാര്യങ്ങൾ, പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ എവിടെയാണ് കോൺഗ്രസ്? എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ആ രാഷ്ട്രീയമായ ചോദ്യം ചോദിക്കേണ്ടതില്ലേ? ആ ചോദ്യത്തിന് മറുപടി പറയാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ? അപ്പൊ KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നത് പിണറായി വിജയന് മനസ്സിലാവാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഈ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മനസ്സിലായോ? പൗരത്വ നിയമ ഭേദഗതിയിൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്ന് വയനാട് വന്ന് പറയാൻ, കോഴിക്കോട് വന്ന് പറയാൻ എന്തിനാണ് കോൺഗ്രസ് മടിക്കുന്നത്? അവിടെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പതാക മാറ്റിവെച്ചതും കോൺഗ്രസിന്റെ പതാക മാറ്റിവെച്ചതും. സ്വന്തം ആശയങ്ങൾ എന്താണ് എന്ന് പറയാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലേക്ക് സ്വന്തം പാർട്ടിയെ കൊണ്ട് എന്നെത്തിച്ചതും ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഗതികേടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം ഈ കേരളത്തിൽ നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല. എല്ലാ തരത്തിലും ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തന്നെ വർഗീയമായി വേർതിരിച്ചുകൊണ്ട് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉയർത്താതെ, ഭരണ നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കാതെ, ഹിന്ദുവായും മുസൽമാനായും ക്രിസ്ത്യാനികളായും ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ മതവികാരം ആളിക്കത്തിച്ച് അതിലൂടെ രാഷ്ട്രീയ ഭരണാധികാരത്തിൽ അനിശ്ചിതകാലം തുടർന്നു പോകാമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. കൃത്യമായ അജണ്ട തന്നെയാണ്. അവർക്ക് മറ്റൊരുപാട് അജണ്ടകളൊന്നുമില്ല.
അതിനുവേണ്ടി നിരന്തരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു, ആസൂത്രിതമായ സാമുദായിക കലാപങ്ങൾ സംഘടിപ്പിക്കുന്നു, പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെയും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെയും അരക്ഷിതരാക്കി അഭയാർത്ഥികളാക്കി ഈ രാജ്യത്തിന്റെ ഭൂമുഖത്തിന്റെ തുടച്ചു നീക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ ഗവൺമെന്റിനെ കുറിച്ച് എന്ത് പറയണം? സാമ്പത്തിക നയങ്ങളെ കുറിച്ച് വല്ലതും പറയേണ്ടതുണ്ടോ? വിദേശ നയങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? മാലിദ്വീപ് പോലെയുള്ള ഒരു ചെറിയ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ അത്ര പോലും വലുപ്പമില്ലാത്ത അത്തരം സംസ്ഥാന രാജ്യങ്ങൾക്ക് പോലും ഒരു ബഹുമാനവും അംഗീകാരവും ഇല്ലാതെ നമ്മുടെ ആശ്രിതരായി കഴിഞ്ഞിരുന്ന അയൽ രാജ്യങ്ങളുടെ മുഴുവൻ മുമ്പിൽ അപഹാസ്യരായി നിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയത് എന്തുകൊണ്ടാണ്? ഓരോരോ പ്രശ്നങ്ങളുണ്ട്, നിരവധി തവണ ചർച്ച ചെയ്താണ്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റ് സാമ്പത്തിക ബാധ്യത ഉണ്ടായില്ലേ എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുന്നത്. അത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ചത്. സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം സാമ്പത്തിക ബാധ്യത കൂടിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എന്താണ്? 2022-ലും 2023-ലും നൽകിയത് തരാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ ന്യായം പറയുന്നത് നിങ്ങൾ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ്. ആരാ ഉപദേശിക്കുന്നത്? 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 55 ലക്ഷം കോടിയാണ് ഇന്ത്യയുടെ പൊതുകടമെങ്കിൽ 10 വർഷം പൂർത്തിയാകുമ്പോൾ 265 ലക്ഷം കോടിയാക്കി ഉയർത്തിയ ആളുകളാണ് കേരളത്തെ ഉപദേശിക്കാൻ വരുന്നത്. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് കടമെടുത്തത് എവിടെയാണ്? നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കടമെടുത്തത് എവിടെയാണ്? നിങ്ങൾ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെന്റ് വ്യവസ്ഥയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലച്ച കേന്ദ്ര ഗവൺമെന്റും ആ കേന്ദ്ര ഗവൺമെന്റ് വിൽക്കാൻ തീരുമാനിച്ച ബെല്ലുൾപ്പെടെയുള്ള വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റേതാക്കി മാറ്റിയ ഇടതുപക്ഷ മുന്നണിയും തമ്മിൽ ഈ ഗവൺമെന്റും തമ്മിൽ താരതമ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പകലും രാത്രിയും പോലെ നമുക്ക് ബോധ്യപ്പെടും. എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടം വർദ്ധിച്ചത്? നിങ്ങൾ സർക്കാർ സ്കൂളിൽ പോയാൽ കാണാം, നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ കാണാം, നിങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ കാണാം. ഇപ്പൊ നാഷണൽ ഹൈവേ ആ ഒരൊറ്റ വികസനം മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി. ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വീതി കൂട്ടാൻ സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ച ആദ്യ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ LDF ഗവൺമെന്റ് ആണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ 2016-ൽ നരേന്ദ്രമോദിയെ കാണാൻ ചെന്നപ്പോൾ ആദ്യ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? വാർത്താ മാധ്യമങ്ങളിൽ നമ്മളെല്ലാം വായിച്ചു. കേരളത്തിലൊരു വികസനവും നടപ്പിലാക്കാൻ നിങ്ങളുടെ ഗവൺമെന്റ് ഈ കേരളം തയ്യാറാകുന്നില്ല. നാഷണൽ ഹൈവേ മുടങ്ങിക്കിടക്കുന്നു, ഗെയിൽ വാതക പൈപ്പ് ലൈൻ മുടങ്ങിക്കിടക്കുന്നു, ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു പദ്ധതിയും കേരളത്തിലേക്ക് തരാൻ തയ്യാറില്ല എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് ആർജവത്തോടുകൂടി പ്രധാനമന്ത്രിയോട് മറുപടി പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിച്ചു വന്നത്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായില്ലേ? നാഷണൽ ഹൈവേ ഒരു കാലത്തും വരില്ല എന്ന് പ്രതീക്ഷിച്ച എത്രയോ പതിറ്റാണ്ടുകൾ പിറകോട്ട് പോയ കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ത്യ രാജ്യത്തൊരു സംസ്ഥാന ഗവൺമെന്റ് നൽകാത്ത രീതിയിൽ 5600 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഗവൺമെന്റ് പണമെടുത്തു കൊടുത്താണ് ഈ നഷ്ടപരിഹാര പാക്കേജ് 2013-ൽ അംഗീകരിച്ച പുതിയ നഷ്ടപരിഹാര പാക്കേജ് അനുസരിച്ച് ആ റോഡിന് ഇരുവശവും താമസിക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുത്തത്. എവിടെയാണ് സമരക്കാർ പോയത്? വയൽക്കിളികളൊക്കെ നാട്ടിലില്ലേ? സമരം ചെയ്യാനും അന്തിച്ചർച്ച നടത്താനും നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണോ? സമരം ചെയ്യാൻ പോയാൽ ദേശീയപാതയുടെ തീരത്ത് ഇന്നൊരു മനുഷ്യരെയും കിട്ടാത്ത സാഹചര്യമാണ്. അവർക്ക് തൃപ്തികരമായ സാമാന്യം മതിയായ രീതിയിൽ നഷ്ടപരിഹാര പാക്കേജ് അംഗീകരിച്ച് നടപ്പിലാക്കി. മുമ്പ് പൊന്നും വില എന്ന് പറയും, പക്ഷേ ബുക്ക് പോലും വാങ്ങാൻ പണമില്ല. എന്നാൽ ആ സാഹചര്യം മാറി. ഇപ്പൊ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ഗവൺമെന്റിനെയും ഉദ്യോഗസ്ഥരെയും സമീപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിലേക്കുള്ള മാറ്റം ഈ കേരളത്തിലുണ്ട്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ മുന്നണിയെ ജനങ്ങൾ വിലയിരുത്തുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ എല്ലാ ജനവിരുദ്ധ നയങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും ഭരണപരമായും നയപരമായും ഉണ്ടാക്കിയ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് BJP ഗവൺമെന്റ് നടത്തിയ പരിശോധനകളിലൊക്കെ ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും കാർഷിക രംഗത്തായാലും ക്രമസമാധാന പാലനത്തിലായാലും 1-ാം സ്ഥാനത്ത് എങ്ങനെ കേരളം നിൽക്കുന്നു? അഭിമാനകരമായ നേട്ടമുണ്ടാക്കുന്ന ഈ കേരളത്തിന്റെ വികസന മോഡൽ അതിനെ തകർക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങൾ കൊണ്ട് ഈ ഗവൺമെന്റിനെ ജനവിരുദ്ധമാക്കി മാറ്റാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ആശയപരമായ എതിർപ്പുയർത്തുന്ന ഒരേ ഒരു ഗവൺമെന്റുള്ള ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുൽസിത മാർഗങ്ങളാണ് ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യൻ പാർലമെന്റിൽ ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ജനങ്ങൾ അവരുടെ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തിയാൽ ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും അത്ഭുതകരമായ മാറ്റം സംഭവിക്കും. എന്തിനാണ് നമുക്കൊരു പാർലമെന്റ് മെമ്പർ? കല്യാണത്തിന് വരാനും അടിയന്തരത്തിന് വരാനും മരിച്ചിടത്ത് വരാനും മാത്രമാണെങ്കിൽ ഒരു പാർലമെന്റ് മെമ്പറുടെ ആവശ്യമുണ്ടോ? എന്താണ് ഒരു പാർലമെന്റ് മെമ്പറുടെ നേട്ടമായി നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ഇവിടെ 2 MP തമ്മിലാണല്ലോ മത്സരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി പാർലമെന്റിലുള്ള രാജ്യസഭയിലുള്ള MP ഉണ്ട്.
ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിരവധി വർഷമായി, ഏതാണ്ട് 15 വർഷത്തോളമായി ലോക്സഭയിലുള്ള MP ഉണ്ട്. ആ 15 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യൻ പാർലമെന്റിൽ എപ്പോഴെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, കോഴിക്കോട് ജനങ്ങൾക്ക് വേണ്ടിയോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ, പ്രത്യേകിച്ച് ഈ 10 വർഷക്കാലത്തെ ന്യൂനപക്ഷങ്ങളുടെ പീഡനങ്ങൾക്കെതിരെയോ ഒരു ശബ്ദമെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയ അനുഭവം മലയാള മനോരമയ്ക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വൃന്ദാകാരായിട്ട് പങ്കെടുത്ത ഒരു വമ്പിച്ച റാലി, ഏതാണ്ട് 25,000-ഓളം വരുന്ന ആളുകളെന്ന് മലയാള മനോരമ തന്നെ പറഞ്ഞു. 25,000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മലയാള മനോരമ ചാനൽ വൈകുന്നേരം പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം രാവിലത്തെ പത്രത്തിൽ മലയാള മനോരമയിൽ 1-ാം പേജിൽ 1000-ൽ താഴെ ആളുകൾ പങ്കെടുത്ത രാഹുൽ ഗാന്ധിയുടെ കളർ ഫോട്ടോയാണ്. ആർക്കു വേണ്ടിയാണ് ഇവർ ഈ പത്രപ്രവർത്തനം നടത്തുന്നത്? ഈ രീതിയിൽ ഈ വാർത്താ മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റും BJP മുന്നണിയും കേരളത്തിലെ UDF മുന്നണിയും എല്ലാം ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമമാണ് നടത്തുന്നത്. തീർച്ചയായും രാഷ്ട്രീയ വിവേകമുള്ള, ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട സഖാവ് എളമരം കരീമിനെ അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കോഴിക്കോടിന് ഒരു രാഷ്ട്രീയമായ മോചനമുണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജനവിധിയായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പ്രവർത്തകരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം സഖാക്കളെ.